السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. المذاهب النحوية ومكانة ابن مالك فيها. അറബിക് ഗ്രാമറിലെ വ്യത്യസ്തങ്ങളായ സരണികളും ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹിയുടെ അതിലുള്ള മക്കാനത്ത്. ഈ വിഷയം പഠിക്കാൻ പ്രധാന അവലംബമായി ഞാൻ സ്വീകരിച്ചത് ഈ അടുത്ത കാലത്ത് ജീവിച്ച മിസ്റുകാരനായ ഷൗഖി വൈഫ് അദ്ദേഹത്തിന്റെ അൽ മദാരിസുൻ നഹ്വിയ്യ എന്ന കിതാബാണ്. അദ്ദേഹം 2005 മരണപ്പെടുന്നത്. അതിശീഘ്രം ബഹുദൂരം വളർന്ന് പന്തലിച്ച പരിശുദ്ധ ഇസ്ലാമിന് മുമ്പിൽ സ്വല്പമെങ്കിലും ഒരു വെല്ലുവിളിയായി നിന്നിരുന്നത് അറബി ഭാഷയും അതിന്റെ മൂല്യങ്ങളിൽ വന്നുപോയ തകർച്ചയുമായി. ദേശങ്ങൾക്ക് അതീതമായി സഞ്ചരിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളും പ്രമാണങ്ങളുമെല്ലാം അറബി ഭാഷയിലായിരുന്നു. ഇസ്ലാമിന്റെ വളർച്ചയോടൊപ്പം അറബി ഭാഷയും വളർന്നുവെങ്കിലും പ്രാദേശിക ഭാഷകളോട് കൂടിക്കലർന്ന് അതിന്റെ തനതായ ശൈലിയിലും മൂല്യങ്ങളിലും ശോഷണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ തെറ്റായ രീതിയിൽ പാരായണം ചെയ്യപ്പെടാനും ഒടുക്കം ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കപ്പെടാനും തുടങ്ങിയപ്പോൾ അറബി ഭാഷയെ വ്യാകരണത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് ക്രമീകരിക്കേണ്ടത് ആവശ്യമായി വന്നു. നമുക്കറിയാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അലി റളിയല്ലാഹു അൻഹുവിനോട് മുഷാവറ നടത്തി മഹാനായ അബുൽ അസ്വദ് ദുഹലി റളിയല്ലാഹു അൻഹുവാണ് നഹ്വിന് ജീവൻ നൽകിയത്. മഹാനവറുകൾ ആവിഷ്കരിച്ച നിയമങ്ങൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ മഹാനായ അലി എന്നവര് പറഞ്ഞു, നിങ്ങൾ സ്വീകരിച്ച നഹ്വ്, നിങ്ങൾ സ്വീകരിച്ച രീതി വളരെ നന്നായിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് അറബി ഭാഷാ വ്യാകരണത്തിന് നഹ്വ് എന്ന ഭാഷ്യം ഉടലെടുക്കുന്നത്. ഇസ്ലാമിന്റെ വ്യാപനവും അറബി ഭാഷാ വ്യാകരണവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. പല പ്രദേശങ്ങളിലെയും പണ്ഡിതന്മാർ ഇൽമുൻ നഹ്വിൽ അതിഗഹനമായ ചിന്തകളും പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയപ്പോൾ നഹ്വ് പല മദ്ഹബുകളായി രൂപപ്പെടുകയായിരുന്നു. പ്രധാനമായും അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലത്താണ് ഇത്തരം മദ്ഹബുകൾ പ്രചാരം നേടിയത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ച 4 മദ്ഹബുകളാണ് അൽ മദ്ഹബുൽ ബസ്രി, അൽ മദ്ഹബുൽ കൂഫി, അൽ മദ്ഹബുൽ ബഗ്ദാദി, അൽ മദ്ഹബുൽ അൻദലുസി. ഈ മദ്ഹബുകളെല്ലാം അതിന്റെ പേര് പോലെ തന്നെ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ മദ്ഹബുകളുടെ ഉത്ഭവവും അതിന്റെ വളർച്ചയും ആ നാടുകളിലായിരുന്നു. അടിസ്ഥാന കാര്യങ്ങളിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ ഫറഇയായ കാര്യങ്ങളിലുള്ള ഖിലാഫ് അത് അറബി ഭാഷയെ കൂടുതൽ ലളിതവും മനോഹരവുമാക്കി. ഈ 4 മദ്ഹബുകളിൽ റഅ്സിയായ ഏറ്റവും പ്രധാനപ്പെട്ട 2 മദ്ഹബുകളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അൽ മദ്ഹബുൽ ബസ്രിയും അൽ മദ്ഹബുൽ കൂഫിയും. ബസ്റക്കാരും കൂഫക്കാരും. ഈ 2 സരണിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ
രണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട, രണ്ടിനെയും ജംഅ് ചെയ്ത, ഹൽഖ് ചെയ്ത ഒരു മദ്ഹബാണ് അൽ മദ്ഹബുൽ ബഗ്ദാദി. ഒട്ടുമിക്ക വിഷയങ്ങളിലും അവൻ ബസറക്കാരെയായിരുന്നു ഇഖ്തിയാർ ചെയ്തിരുന്നത്. ചില വിഷയങ്ങളിൽ കുഫക്കാർക്ക് കൂടെ നിൽക്കും. നാലാമത്തെ മദ്ഹബ് അൽ മദ്ഹബുൽ അന്ദുലുസി. അന്ദുലുസിൽ രൂപം കൊണ്ട മദ്ഹബാണ്. ഏറെക്കുറെ വിഷയങ്ങളിൽ ബസറക്കാരെ ഇഖ്തിയാർ ചെയ്യുകയും ചില വിഷയങ്ങളിൽ കൂഫക്കാരെ കൂടെ നിൽക്കുകയും, എന്നാൽ മറ്റു ചില വിഷയങ്ങളിൽ ബസറക്കാരെയും കൂഫക്കാരെയും ഒഴിവാക്കി ഹിജാസുകാരുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുസഹാഉൽ അറബിന്റെയോ ലുഗത്തിനെ ഇഖ്തിയാർ ചെയ്യുന്ന ഒരു സരണിയാണ് അന്ദുലുസി സരണി. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് ഈ സരണിയിലെ പ്രസിദ്ധനായ മുജ്തഹിദായിരുന്നു. മഹാനവറുകൾക്ക് ശേഷം വന്ന ഏറെക്കുറെ നഹ്വീങ്ങളൊക്കെ ഇബ്നു മാലിക് റഹിമഹുല്ലാഹയുടെ കിതാബുകൾക്ക് ശറഹുകളും ഹാഷിയകളും എഴുതി ആ മദ്ഹബിന്റെ പ്രചാരകരാവുകയായിരുന്നു. നമുക്ക് ഹ്രസ്വമായി ഈ 4 മദ്ഹബുകളിൽ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി അൽ മദ്ഹബുൽ ബസരി, ബസരി സരണി. നമുക്കറിയാം നഹ്വ് യഥാർത്ഥത്തിൽ പിറക്കുന്നത് ബസറയിലാണ്. കാരണം നഹ്വിന്റെ വാദിയായ ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് ദുവലി റളിയല്ലാഹു അൻഹു ബസറയിലായിരുന്നു. മഹാനവറുകൾ ജനിക്കുന്നത് കൂഫയിലാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ബസറയിലെ കാത്തിബായിരുന്നു മഹാനായ അബുൽ അസ്വദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം മഹാനായ അലി റളിയല്ലാഹു അൻഹു അബുൽ അസ്വദ് എന്നവരെ ബസറയിലെ ഖാദിയായി നിയമിച്ചു. അങ്ങനെ മഹാനവറുകൾ അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഹിജ്റ 36 മഹാനവറുകൾ വഫാത്താകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മുസ്ലിമായിട്ടുണ്ട്. പക്ഷേ സ്വഹാബിയല്ല, റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. എങ്കിലും പ്രമുഖരായ ഒരുപാട് സ്വഹാബികളുടെ ശിഷ്യത്വം മഹാനവറുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മഹാനവറുകൾക്ക് ശേഷം ബസറയിൽ അവരുടെ ശിഷ്യന്മാരുടെ യുഗമായിരുന്നു. മഹാനായ അബുൽ അസ്വദിൽ നിന്നും സ്വീകരിച്ച നഹവി നിയമങ്ങൾ അതിലേക്ക് പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് അറബി ഭാഷക്ക് ഹർക്കത്തും പുള്ളിയും നൽകുന്ന രീതി അടക്കം പലതും അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അവരിൽ പ്രധാനികളാണ് ബഹുമാനപ്പെട്ട നസ്ർ ബിൻ ആസിമുൽ ലൈഥി, അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ്, അംബസത്തുൽ ഫീൽ, ഹിജ്റ 129 വഫാത്തായ യഹ്യ ബിൻ യഅ്മർ. ഇവരെല്ലാവരും ഖുർആനിൽപ്പെട്ട മഹാന്മാരാണ്. അവർക്ക് ശേഷം, അതായത് അബുൽ അസ്വദ് എന്നവരുടെ ശിഷ്യന്മാരുടെ യുഗത്തിന് ശേഷം ബസറയിൽ അടുത്ത യുഗം വന്നു. മഹാനായ അബുൽ അസ്വദും അവരുടെ ശിഷ്യന്മാരും സംവിധാനിച്ച നഹ്വിനെ തഅലീലിലൂടെയും ഇല്ലത്തുകൾ പറഞ്ഞുകൊണ്ടും തഫ്രീഇലൂടെയും തദ്ബീനിലൂടെയും കൂടുതൽ പരിപോഷിപ്പിക്കാനും ഒന്നുകൂടെ വിശാലമാക്കാനും അവർക്ക് സാധിച്ചു. നാഗരികതയും വൈദേശിക സംസ്കാരവും തീരെ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ബാധ്യതകളിൽ, മലഞ്ചെരുവുകളിൽ, കുഗ്രാമങ്ങളിൽ, മരുഭൂമികളിൽ ജീവിക്കുന്ന കറകളഞ്ഞ ഫസീഹായ അറബി മാത്രം സംസാരിക്കുന്ന കാട്ടറബികളായ ആളുകളിലേക്ക് അവർ കടന്നു ചെല്ലുകയും അവരോട് സംസാരിച്ച് ഇടപഴകി അറബി ഭാഷയുടെ ശരിയായ പ്രയോഗങ്ങൾ കേട്ട് മനസ്സിലാക്കി അവരെ പക്കലുള്ള നഹ്വി നിയമങ്ങൾക്ക് അതെല്ലാം ഒരു ഷാഹിദായി, ഒരു തെളിവായി അടുത്ത തലമുറക്ക് കൈമാറാൻ അവർക്ക് സാധിച്ചു. അവരിൽ പ്രധാനികളാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ്, ഈസ ബിൻ ഉമർ സഖഫി, അബൂ അംർ ബിൻ അലാബ്, യൂനുസ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ്. ശേഷം ബസറി സരണിയിൽ പേരെടുത്ത ഇമാമിങ്ങളുടെ യുഗമായിരുന്നു. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം സിബവൈഹി, ഇമാം ഖലീൽ, ഇമാം അഖ്ഫശ്, ഇമാം മുബറദ്, ഇമാം സജ്ജാജ്. ബസറി സരണിയെ തെളിവുകൾ നിരത്തി
യുക്തിബദ്ധമായി സമർത്ഥിക്കാനും സ്ഥിരപ്പെടുത്താനും മുഖാലിഫീങ്ങൾക്കെതിരെ മുനാദറകൾ നടത്തി ബസരി സരണിയെ കൂടുതൽ മികവുറ്റതാക്കാനും അവർക്ക് സാധിച്ചു. രണ്ടാമത്തെ സരണി അൽ മദ്ഹബുൽ കൂഫി സരണി. ഒരു ഭാഗത്ത് ബസ്റയിൽ നഹ്വ് ഇങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കൂഫയിൽ ആളുകൾ ഇൽമുൽ ഖിറാഅത്ത് കൊണ്ടും അതിന്റെ റിവായത്ത് കൊണ്ടും ശുഗലാവുകയായിരുന്നു. നമുക്കറിയാം, കൂഫ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ നാടാണ്. മഹാനവറുകളുടെ ഫിഖ്ഹിയായ മദ്ഹബിനെ, അതിന്റെ ഉസൂലിനെ സംവിധാനിക്കുന്നതിലും അതിനെ കെട്ടിപ്പടുക്കുന്നതിലും സമയം ചെലവഴിക്കുകയായിരുന്നു കൂഫക്കാർ. അതുപോലെ തന്നെ പഴയകാല അറബി പദ്യങ്ങളെ സമാഹരിക്കുന്നതിലും അത് ക്രോഡീകരിക്കുന്നതിലും കൂഫക്കാർ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു. ചുരുക്കത്തിൽ ഈ ഉലൂമുകളെല്ലാം കൂഫയിലേക്ക് വളരെ നേരത്തെ, ബസ്റയിലേക്ക് എത്തുന്നതിന് വളരെ മുമ്പ് കൂഫയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഉസൂലുൻ നഹ്വ്, ഇൽമുൻ നഹ്വ് അതൊരു ഫന്നായി കൂഫയിലേക്ക് കടന്നു വരുന്നത് ബസ്റയിൽ നിന്നാണ്. കൂഫയിലേക്ക് ബസ്റയിൽ നിന്ന് ഇൽമുൻ നഹ്വുമായി ആദ്യമായി കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട അബൂ ജഅഫർ റബ്ബാസിയും മുആദുൽ ഹറാവുമാണ്. ഇൽമു സർഫിന്റെ വാദിയാണ് ബഹുമാനപ്പെട്ട മുആദ് ബിൻ മുസ്ലിമുൽ ഹറാവ്. അബൂ ജഅഫർ റബ്ബാസി എന്നവര് ബസ്റയിൽ പോയി ബഹുമാനപ്പെട്ട ഈസ ബിൻ ഉമറിൽ നിന്നും അബൂ അംർ ബിൻ അലാഇൽ നിന്നും നഹ്വിനെ സ്വീകരിച്ച് കൂഫയിൽ തിരിച്ചെത്തി അത് അവിടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അൽ ഫൈസൽ എന്ന് പറയുന്ന നഹ്വിലെ കിതാബ് ബഹുമാനപ്പെട്ട അബൂ ജഅഫർ റബ്ബാസിയുടേതാണ്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. കൂഫി സരണിയുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട ഇമാം കിസാഇ റളിയല്ലാഹു അൻഹു അബൂ ജഅഫർ റബ്ബാസിയുടെ ശിഷ്യനാണ്. അബൂ ജഅഫർ റബ്ബാസിയുടെ അതേ കാലക്കാരനാണ് മുആദുൽ ഹറാവ്. അവരും ബസ്റയിൽ പോയി നഹ്വിനെ പഠിച്ച് കൂഫയിൽ വന്ന് അത് പ്രചരിപ്പിക്കുകയായിരുന്നു. കൂഫയിൽ അബൂ ജഅഫർ റബ്ബാസിയിലൂടെയും മുആദുൽ ഹറായിലൂടെയും ഒക്കെ നഹ്വ് എത്തിയെങ്കിലും കൂഫി സരണി അവിടെ പിറക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം കിസാഇയിലൂടെയും അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഇമാം ഫർവായിലൂടെയുമാണ്. കൂഫിയത്തിനെ ഒരു വേറിട്ട മദ്ഹബാക്കുന്നതും അതിന് അടിത്തറ പാകിയതും ബസ്വരിയത്തിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കിയതുമൊക്കെ ഇമാം കിസാഇയും ഇമാം ഫർവ എന്നവരുമാണ്. കൂഫിയത്ത് അതൊരു വേറിട്ട മദ്ഹബാണെന്ന വിഷയത്തിൽ ലോകത്തെ ഉലമാഇടയിൽ ആർക്കും തർക്കമില്ല. ഒരുപാട് മസ്അലകളിൽ കൂഫിയത്ത് ബസ്വരിയത്തിനോട് മുഖാലിഫായിട്ടുണ്ട്. നമുക്ക് അൽഫിയത്തിനെ കാണാമല്ലോ. അൽഫിയയിൽ തനാസുൽ ബാബിൽ ഇൻ ആമിലാനി തവയ ഫിസ്മിൻ അമൽ ഖബ്ലു ഫലിൽ വാഹിദ് മിൻഹു മൽ അമൽ വസാനി ഔല ഇൻദ അഹ്ലിൽ ബസ്റ വഖ്താർ അക്സൻ വയുഹും ദാറുസ. രണ്ട് ആമിലുകൾ ഒരു ഇസ്മിൽ അമലിന് വേണ്ടി തർക്കിക്കുമ്പോൾ അവിടെ ബസ്റക്കാരെ അടുക്കൽ രണ്ടാമത്തേതിനായിരിക്കും അമൽ കൊടുക്കുന്നത്, കൂഫക്കാര് ഒന്നാമത്തേത്. ഒരുപാട് മസ്അലകളിൽ കൂഫക്കാർക്കും ബസ്റക്കാർക്കും ഇടയിൽ ഖിലാഫുണ്ട്. കൂഫക്കാരുടെയും ബസ്റക്കാരുടെയും ഖിലാഫിനെ മാത്രം പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ബറകാത്ത് അബ്ദുറഹ്മാൻ അൽ അംബാരി റളിയല്ലാഹു അൻഹു അവരുടെ അൽ ഇൻസാഫു ഫിൽ ഖിലാഫി ബൈനൽ ബസ്രിയ്യീന വൽ കൂഫിയ്യീന എന്ന ഗ്രന്ഥത്തിൽ 121 മസ്അലകൾ കൂഫിയത്തിനും ബസ്രിയത്തിനും ഇടയിൽ ഖിലാഫുള്ള മസ്അലകൾ പറയുന്നുണ്ട്. ബസ്റക്കാരിൽ നഹ്വിയായ മസ്അലകളിൽ ഖിയാസിനേക്കാൾ സമാഇനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ കൂഫക്കാർ നേരെ തിരിച്ചാണ്. അവര് ഖിയാസിനാണ് സമാഇനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കൂഫ ഹനഫി മദ്ഹബിന്റെ ഉത്ഭവ കേന്ദ്രമാണല്ലോ. ഹനഫിയത്ത് ഫിഖ്ഹിയായ മസ്അലകളിൽ ഖബർ വാഹിദിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഖിയാസിനാണ്. അതുകൊണ്ടാണ് ഹനഫിയത്തിനെ സംബന്ധിച്ച് അസ്ഹാബുർ റഅീ എന്ന് പല ആളുകളും പറയുന്നത്. മാലിക്കിയത്തിനെ സംബന്ധിച്ച് അസ്ഹാബുൽ ഹദീസ് എന്ന് പറയാറുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഇത് രണ്ടും ജംപ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് നഹ്വിലെ ബഗ്ദാദി സരണിയും ഈ ജംപിന്റെ റൂട്ട് സ്വീകരിച്ചത്. അവർ ബസ്രിയത്തിനെയും കൂഫിയത്തിനെയും ജംപ് ചെയ്യുകയായിരുന്നു.
മാത്രമല്ല ബദവികളായ അറബികൾ അവർ ബസ്രയിലേക്ക് ഇടയ്ക്കിടെ വന്നു പോകാറുണ്ടായിരുന്നു. അവരോട് ഇടപഴകാനുള്ള അവസരം ബസ്രക്കാർക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൂഫക്കാർക്ക് അങ്ങനെ കാര്യമായ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അതും ഒരുപക്ഷെ കൂഫക്കാരെ സവാരി വിട്ട് ഖിയാസിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കാം. കൂഫിയത്തിനും ബസ്രിയത്തിനും ഇടയിൽ വലിയ വലിയ മുനാദറകൾ നടന്ന കാലമാണ് അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലം. അബ്ബാസിയ ഖലീഫമാര് പലപ്പോഴും കൂഫക്കാർക്ക് വേണ്ടി പക്ഷപാതം കാണിച്ചിട്ടുണ്ട്, ചരിത്രം പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അബ്ബാസിയ ഖലീഫമാരുടെ മക്കളൊക്കെ പഠിച്ചിരുന്നത് കൂഫി സരണിയിലെ ഇമാമിങ്ങളുടെ അടുക്കലായിരുന്നു. രണ്ടാമത്തെ ഒരു കാരണം അബ്ബാസിയ ഖലീഫമാരുടെ അടുക്കൽ പേർഷ്യക്കാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവരുടെ മന്ത്രിസഭയിലും ഫത്വ ബോർഡിലും ഒക്കെ പേർഷ്യക്കാരുണ്ടായിരുന്നു. ഫാരിസ് എന്ന് പറയുന്നത് കൂഫയോട് അടുത്ത ഒരു സ്ഥലമാണല്ലോ, അതും ഒരുപക്ഷെ കാരണമായിരിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഖൽഖാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫയാത്തുൽ അയാൻ എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇമാം സിബവൈഹി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബഗ്ദാദിലേക്ക് പോയി. ഹാറൂൻ റഷീദ് അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാറൂൻ റഷീദിന്റെ മകൻ അമീൻ എന്നവർക്ക് ബഗ്ദാദിൽ ആ സമയം കൂഫി സരണിയിലെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാം കിസാഇ റളിയല്ലാഹു അൻഹു കിതാബ് ചൊല്ലി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഹാറൂൻ റഷീദ് എന്നവർ രണ്ടുപേരെ ഒരുമിച്ച് കൂട്ടി. ഇമാം കിസാഇയെയും ഇമാം സിബവഹിയെയും രണ്ടുപേർക്കും ഇടയിൽ മുനാദറ നടന്നു. മുനാദറക്കിടയിൽ ഇമാം കിസാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖൂലുൽ അറബു അളന്നു അന്ന സബൂറ അശദ്ദു ലസ്അൻ മിനൻ നഹ്ല ഫഇദാ ഹുവ ഇയാഹ. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സിബവഹി തങ്ങൾ പറഞ്ഞു, ലൈസൽ മസലു ഹകദ, അറബികളുടെ പ്രയോഗം അങ്ങനെയല്ല, ബൽ ഫഇദാ ഹുവ ഹിയ, അങ്ങനെയാണ് പ്രയോഗം. ഫഇദാ ഹുവ ഇയാഹ എന്നല്ല, ഫഇദാ ഹുവ ഹിയ, അങ്ങനെയാണ് പ്രയോഗം. രണ്ടുപേർക്കും തർക്കം രൂക്ഷമായി, സംസാരം ദീർഘിച്ചു. അവസാനം ഒരു ധാരണയിലെത്തി, നമുക്കൊരു ബദവിയായ അറബിയോട് ചോദിക്കാം എങ്ങനെയാണ് പ്രയോഗം. അപ്പോൾ ഇമാം കിസാഇയുടെ ശിഷ്യനായ ഹാറൂൻ റഷീദിന്റെ മകൻ അമീൻ എന്നവർ ഒരു അറബിയെ തേടിപ്പോയി. അറബിയെ കണ്ടു, ചോദിച്ചു. എന്റെ ഉസ്താദാകുന്ന കിസാഇ എന്നവരും ഇമാം സിബവഹിയുടെ വലിയ വിനാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിസാഇ എന്ന എന്റെ ഉസ്താദ് പറയുന്നത് ഇങ്ങനെയാണ്, സിബവഹി പറയുന്നത് ഇങ്ങനെയാണ്, ഏതാണ് ശരി? അറബി പറഞ്ഞു, സിബവഹി പറയുന്നതാണ് ശരി. പക്ഷെ അമീൻ, ഹാറൂൻ റഷീദിന്റെ മകൻ അമീൻ പറഞ്ഞു, എന്റെ ഉസ്താദ് പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ മജ്ലിസിലേക്ക് വന്ന് ഇമാം കിസാഇയാകുന്ന എന്റെ ഉസ്താദ് പറയുന്നത് പോലെ പറയണം. അറബി പറഞ്ഞു, ഞങ്ങൾ അറബികൾക്ക് തെറ്റായ പ്രയോഗങ്ങൾ ഒരിക്കലും നാവിൽ വഴങ്ങില്ല, അതുകൊണ്ട് എനിക്കിതിന് സാധിക്കില്ല. അപ്പോ അടുത്തുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ മജ്ലിസിലേക്ക് വരിക, ഞങ്ങൾ നിങ്ങളോട് പറയും ഇമാം കിസാഇ ഇങ്ങനെ പറയുന്നു, ഇമാം സിബവഹി ഇങ്ങനെ പറയുന്നു, ഏതാണ് ശരി? അപ്പൊ നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി, ശരി, ഇമാം കിസാഇ പറഞ്ഞതാണ്, ഇത്രയേ നിങ്ങളുടെ ഡ്യൂട്ടിയുള്ളൂ. അറബി സമ്മതിച്ചു. അങ്ങനെ മജ്ലിസിലേക്ക് വന്നു, അറബിയോട് ചോദിച്ചു. അറബി അങ്ങനെ പറഞ്ഞു. ഹാറൂൻ റഷീദ് ഇമാം സിബവഹി മുനാദറയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇമാം സിബവഹി റളിയല്ലാഹു അൻഹു മനസ്സിലായി, അറബിയെ നിർബന്ധിപ്പിച്ചതാണ്, ഖലീഫ കൂഫിയത്തിന് വേണ്ടി പക്ഷപാതം കാണിച്ചിരിക്കുകയാണ്. ഈ സംഭവം വഫിയാത്തുൽ അയാനിൽ കാണാം. അങ്ങനെ കൂഫിയത്തിനും ബസ്രിയത്തിനും ഇടയിൽ വളരെ രസകരമായ പല മുനാദറകളും ആ കാലത്ത് നടന്നിട്ടുണ്ട്. കൂഫി സരണിയിൽ ബഹുമാനപ്പെട്ട ഇമാം കിസാഇയെ പോലെ പ്രഗത്ഭനാണ് ബഹുമാനപ്പെട്ട ഹിശാം ഇബ്നു മുആവിയ, ഇമാം സഅലബ്, ഇമാം അബൂബക്കർ അംബാരി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ മദ്ഹബ് അൽ മദ്ഹബുൽ ബഗ്ദാദി. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദ് കേന്ദ്രമായി പ്രചാരത്തിൽ വന്ന മദ്ഹബാണ് അൽ മദ്ഹബുൽ ബഗ്ദാദി. കൂഫി സരണിയും ബസ്രി സരണിയും ജംപ് ചെയ്ത് രണ്ടിനെയും ഹൽക്ക് ചെയ്ത് ഒരു പുതിയ മദ്ഹബ് സ്വീകരിക്കുകയായിരുന്നു ബഗ്ദാദിലെ നഹ്വികൾ. അതിന് കാരണം ബഗ്ദാദിലെ ആദ്യകാല നഹ്വികൾ ബസ്രിയായ ഇമാം മുബറദിന്റെയും കൂഫിയായ ഇമാം സഅലബ് എന്നിവരുടെയും ശിഷ്യന്മാരായിരുന്നു.
അതുകൊണ്ട് ശേഷമുള്ള തലമുറ ഈ രണ്ട് സരണിയെയും ജംപ് ചെയ്തുകൊണ്ടുള്ള ഒരു ത്വരീഖ് അവർ സ്വീകരിച്ചു. അവരിൽ തന്നെ കൂഫിയത്തിലേക്ക് ചായ്വ് കൂടുതലുള്ള ആളുകളുണ്ടായിരുന്നു, ബസറിയത്തിലേക്ക് മായാൻ കൂടുതലുള്ളവരും ഉണ്ടായിരുന്നു. നുഹാത്തിന്റെ തബഖാത്ത് പറയുന്ന കിതാബുകളിൽ ബഗ്ദാദിലെ നുഹാത്തിനെ പരാമർശിക്കുമ്പോൾ അവരെ കൂഫിയത്തിലും ബസറിയത്തിലും എണ്ണി പറഞ്ഞ ഇമാം സബീത്തിയെ പോലെയുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരെ രണ്ടിലും പെടുത്താതെ മുസ്തഖിലൻ സെപ്പറേറ്റ് ആയിട്ട് അവരെ എണ്ണി പറഞ്ഞ ഇബ്നു ഖദീമിനെ പോലെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. തബഖാത്തിന്റെ ചില കിതാബുകളിൽ ഇങ്ങനെ ബഗ്ദാദി നുഹാത്തിനെ ബസറിയത്തിലും കൂഫിയത്തിലും ചില ആളുകൾ എണ്ണി പറഞ്ഞ കാരണം കൊണ്ടും ബഗ്ദാദി നുഹാത്തിലെ പ്രസിദ്ധരായ അബൂ അലി ഫാരിസിയും അവരുടെ ശിഷ്യനായ ഇദ്രിജനിയും അവരുടെ കിതാബുകളിൽ ബസറിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അസ്ഹാബുന അസ്ഹാബുന എന്ന പരാമർശം നടത്തിയതുകൊണ്ടും ബഗ്ദാദി സരണി എന്ന സരണിയേ ഇല്ല, അവരൊക്കെ ഒന്നുകിൽ കുഫിയത്താണ് അല്ലെങ്കിൽ ബസറിയത്താണ് എന്ന് വാദിക്കുന്ന ചില സമീപകാല ഗവേഷകരുണ്ട്. യഥാർത്ഥത്തിൽ അബൂ അലി ഫാരിസിയും ഇബ്നു ഒക്കെ ബഗ്ദാദി സരണി സ്വീകരിക്കലോടുകൂടെ ബസറിയത്തിലേക്ക് അവരുടെ ഇഖ്തിയാറുകളിൽ ഇജ്തിഹാദുകളിൽ കൂടുതൽ മയലാനുള്ള ആളുകളായിരുന്നു. അതാണ് വാസ്തവം. ഈ രണ്ട് സരണിയെയും കൂഫി സരണിയെയും ബസറി സരണിയെയും ആദ്യമായി ജംപ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു കൈസാൻ റഹിമഹുള്ളയാണ്. മഹാനവറുകളാണ് ബഗ്ദാദി സരണിയുടെ സ്ഥാപകൻ. അവർ രണ്ട് സരണിയെയും ജംപ് ചെയ്തപ്പോൾ അവരുടെ ഇഖ്തിയാറുകളിൽ കൂടുതലായിട്ടും ഇജ്തിഹാദുകളിൽ കൂടുതലായിട്ടും ബസറിയത്തിനെയായിരുന്നു തെരഞ്ഞെടുത്തത്. ചില വിഷയങ്ങളിൽ മാത്രം കൂഫിയത്തെ തെരഞ്ഞെടുക്കുന്നു. അവർക്ക് ശേഷം വന്ന ബഹുമാനപ്പെട്ട അബൂ അലി ഫാരിസിയും അവർക്ക് ശേഷം വന്ന ഒട്ടുമിക്ക ബഗ്ദാദി നുഹാത്തും ഇതേ റൂട്ടായിരുന്നു അവർ സ്വീകരിച്ചത്. നാലാമത്തെ മദ്ഹബ് അൽ മദ്ഹബുൽ അന്ദുലുസി. അന്ദുലുസിൽ രൂപം കൊണ്ട മദ്ഹബാണ് അൽ മദ്ഹബുൽ അന്ദുലുസി. നമുക്കറിയാം അന്ദുലുസ് എന്ന് പറയുന്നത് ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും ദക്ഷിണ ഫ്രാൻസിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന പഴയ കാലത്തെ ഒരു വിശാലമായ പ്രവിശ്യയാണ്. അന്ദുലുസിനെ മുസ്ലിമീങ്ങൾ ഫതഹാക്കിയപ്പോൾ അവിടെ വലിയ വൈജ്ഞാനിക മുന്നേറ്റത്തിന് തുടക്കമായി. ഇൽമുൻ നഹ്വിന് വലിയ പ്രാധാന്യം കൊടുത്ത ആളുകളായിരുന്നു അന്ദുലുസികൾ. അന്ദുലുസികൾക്ക് ആദ്യമായി പരിചിതമാകുന്ന നെഹ്വ് കൂഫി സരണിയിലെ നെഹ്വാണ്. കാരണം അന്ദുലുസിലേക്ക് ഇൽമുൻ നഹ്വുമായി ആദ്യമായി കടന്നു വരുന്നത് ഹിജ്റ 198 വഫാത്തായ ബഹുമാനപ്പെട്ട ജൂദി ഇബ്നു ഉസ്മാൻ അൽ മൗറൂരി റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ കൂഫയിലേക്ക് പോയി ഇമാം ഇസാഇയിൽ നിന്നും ഇമാം ഫറാഇൽ നിന്നും നഹ്വ് സ്വീകരിച്ച് അന്ദുലുസിൽ വന്ന് അത് പ്രചരിപ്പിക്കുകയായിരുന്നു. അന്ദുലുസിൽ വെച്ച് ആദ്യമായി നഹ്വിൽ കിതാബ് എഴുതിയതും ബഹുമാനപ്പെട്ട ജൂദി ഇബ്നു ഉസ്മാൻ അൽ മൗറൂരിയാണ്. അവർക്ക് ശേഷം ഹിജ്റ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം അന്ദുലുസിലെ ഖുർത്തുബക്കാരനായ ഇമാം ഖുർത്തുബിയുടെ നാടാണ് ഖുർത്തുബക്കാരനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റഹിമഹുല്ലാഹ് മഹാനവറുകൾ മിസ്റിലേക്ക് പോകുകയും അവിടെ അബൂ ജഅഫർ ദൈനൂരിയെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് ഇമാം സിബവൈഹിയുടെ കിതാബ് പഠിച്ച് അത് ഖുർത്തുബയിൽ വന്ന് പ്രചരിപ്പിച്ച് അവിടെ തദ്രീസും തസ്നീഫും എല്ലാം നടത്തുകയായിരുന്നു. അതേപോലെ തന്നെ ഹിജ്റ 352 വഫാത്തായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യഹ്യ അവരും മിസ്റിലേക്ക് പോയി അബൂ ജഅഫർ ബിൻ നുഹാസ് എന്നവരിൽ നിന്ന് ഇമാം സിബവൈഹിയുടെ കിതാബ് ഓതിയെടുത്ത് ഖുർത്തുബയിൽ വന്ന് തദ്രീസും തസ്നീഫും ഒക്കെ നടത്തിയ മഹാനാണ്. ആ സമയത്ത് ഖുർത്തുബയിൽ ബഗ്ദാദി സരണിയിലെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ അലി ഖാരി റഹിമഹുല്ലാഹ് മഹാനവറുകൾ നഹ്വിലെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് അവിടെ ചുക്കാൻ പിടിക്കുന്നുണ്ടായിരുന്നു. മഹാനായ അബൂ അലി ഖാരി എന്നവർ അന്ദുലുസിലേക്ക് വരുന്നത് ഹിജ്റ 330-ലാണ്. ചുരുക്കത്തിൽ അന്ദുലുസ് എന്ന് പറയുന്നത് കൂഫി സരണിയുടെയും ബസറി സരണിയുടെയും ബഗ്ദാദി സരണിയുടെയും ഒരു സംഗമ ഭൂമിയായി മാറി. അതുകൊണ്ട് തന്നെ അന്ദുലുസിലെ നഹ്വിയങ്ങൾ
ഈ 3 സരണിയും സ്വീകരിക്കാതെ അവർ ഒരു പുതിയ ത്വരീഖ അവർ സ്വീകരിച്ചു. അതാണ് അൻദലുസി മദ്ഹബ്. ഒട്ടുമിക്ക വിഷയങ്ങളിലും അവർ ബസറിയത്തിനെയായിരുന്നു ഇഖ്തിയാർ ചെയ്തത്. ചില വിഷയങ്ങളിൽ കൂഫിയത്തിനെ ഇഖ്തിയാർ ചെയ്യും. എന്നാൽ ചില വിഷയങ്ങളിൽ 2 സരണിയും ഒഴിവാക്കിയിട്ട് ഇജാസുകാരുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുസഹാഉൽ അറബിന്റെയോ ലോകത്തിനെ തിരഞ്ഞെടുക്കുന്ന ശൈലിയായിരുന്നു അൻദലുസ്കാരുടെ. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് ഈ സരണിയിലെ പ്രസിദ്ധനായ ഒരു മുജ്തഹിദാണ്. ശേഷം മഹാനവറുകൾക്ക് ശേഷം വന്ന ഒട്ടുമിക്ക നഹ്വീങ്ങളും അവരുടെ ആ മദ്ഹബിനെ ഫോളോ ചെയ്യുകയായിരുന്നു. ബഗ്ദാദി സരണിയാണെങ്കിലും അൻദലുസി സരണിയാണെങ്കിലും ബസറിയത്തിനെ ക്രിസ്ത്യത്തിനേക്കാൾ കൂടുതൽ ഒട്ടുമിക്ക വിഷയങ്ങളിലും ഒരു പ്രാധാന്യം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ബസ്ര എന്ന് പറയുന്നത് നാഗരികത കൊണ്ടും അതുപോലെ തന്നെ വിദേശികരുടെ കടന്നുകയറ്റം കൊണ്ടും ഒക്കെ അവിടെ മന്ദിക്കും ഫൽസഫയും ഒക്കെ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്രക്കാരുടെ ചിന്താശേഷിയും ബുദ്ധിയുടെ വികാസവും ഒക്കെ കൂടുതൽ മികവുറ്റതായിരുന്നു. മാത്രവുമല്ല, ബസ്ര എന്ന് പറയുന്നത് ഹിജാസിനോടടുത്ത സ്ഥലമാണ്. ബദവികളായ അറബികൾ ഇടയ്ക്കിടെ ബസ്രയിലേക്ക് വന്നു പോകാറുണ്ടായിരുന്നു. ആ ഭാഗ്യത്തിൽ ജീവിക്കുന്ന കാട്ടറബികളായ ആളുകളിൽ നിന്നും അറബി ഭാഷയുടെ ശരിയായ പ്രയോഗം മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് കൂഫക്കാരെക്കാൾ കൂടുതൽ ബസ്രക്കാരാണ്. ഈ 2 കാരണങ്ങളാണ് പല ആളുകളും ബസറിയത്തിന് കൂഫിയത്തിനേക്കാൾ കൂടുതൽ ശേഷം വന്ന നഹ്വീങ്ങളുടെ അടുക്കലൊക്കെ ഒരു മേൽക്കോയ്മ ലഭിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് അൻദലുസി സരണിയിലെ പ്രസിദ്ധനായ മുജ്തഹിദ് മഹാനവറുകൾ ഹിജ്റ 601 അൻദലുസിലെ ജയ്യാൻ എന്ന് പറയുന്ന നാട്ടിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ശേഷം മഹാനവറുകൾ മിസ്റിൽ പോയി അവിടെ കുറെ കാലം ഖാദിയായി. പിന്നീട് മഹാനവറുകൾ ഷാമിലേക്ക് പോയി അവിടെ ഹൽബിൽ കുറച്ചുകാർ താമസിച്ച് പിന്നീട് ദിമിഷ്കിലേക്ക് പോവുകയായിരുന്നു. ദിമിഷ്കിൽ ഹിജ്റ 672 മഹാനവറുകൾ വഫാത്താകുന്നതുവരെ അവിടെ തസ്നീഫിലും തദ്രീസിലുമായി കഴിയുകയായിരുന്നു. മഹാനവറുകൾ ഇൽമുൻ നഹ്വിലാണ് പ്രശസ്തനാവുന്നത് എങ്കിലും ഇൽമുൽ ഖിറാഅത്ത്, ഇൽമുൽ ഹദീസ്, ഇൽമുൽ അറൂദ് തുടങ്ങി മറ്റു ഇസ്ലാമിക വൈജ്ഞാനിക ശാഖകളിലും മഹാനവറുകൾ വലിയ ബഹറായിരുന്നു. വലിയ തികഞ്ഞ പൂർണ്ണ ബുദ്ധിയും ഗ്രാഹ്യശക്തിയും അതുപോലെ രചനാ കഴിവുമായിരുന്നു ആ ജ്ഞാനപ്രഭാവത്തിന് മാറ്റിക്കൂട്ടിയത്. ഖുർആനിലും ഹദീസിലുമുള്ള മഹാനവറുകളുടെ ആ ജ്ഞാനപാഠം മഹാനവറുകളുടെ കർമ്മ മേഖലയായ ഇൽമുൻ നഹ്വിലെ ആഴവും പരപ്പും കൂട്ടാൻ ഏറെ സഹായകമായിട്ടുണ്ട്. മഹാനവറുകൾ മഹാന്റെ കിതാബുകളിൽ നഹ്വി നിയമങ്ങൾക്ക് തെളിവുകൾ പറയുമ്പോൾ ആദ്യം വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഖുർആനിൽ കാണാത്തപ്പോൾ മാത്രമാണ് പിന്നീട് ഹദീസിൽ നിന്ന് തെളിവുകൾ മഹാനവറുകൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നത്. ഈ പ്രമാണങ്ങളിലൊന്നും വ്യക്തമായി ദർശിക്കാത്ത സാഹചര്യത്തിൽ മാത്രമായിരുന്നു മഹാനായ ഇബ്നു മാലിക് തങ്ങൾ മറ്റു പൗരാണിക കാവ്യ ശകലകളിൽ നിന്ന് ശവാഹിദുകൾ തെളിവുകൾ ഉദ്ധരിച്ചിരുന്നത്. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹിമഹുല്ലാഹയുടെ മാത്രം പ്രത്യേകതയാണ്. മുൻഗാമികൾക്കില്ലാത്ത മഹാനവറുകളുടെ ഒരു വേറിട്ട ശൈലിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബഹുമുഖ വിജ്ഞാന ശാഖകളിൽ വലിയ അവഗാഹമുണ്ടായിരുന്നുവെങ്കിലും പണ്ഡിത ലോകം മഹാനായ ഇബ്നു മാലിക് തങ്ങളെ നഹ്വിലെ ഇൽമുൻ നഹ്വിലെ അതിഗായന പണ്ഡിത കേസരിയായിട്ടാണ് വാഴ്ത്തിയത്. കാരണം മഹാനവറുകളുടെ 20ഓളം ഗ്രന്ഥരചനകളിൽ ഒട്ടുമിക്ക രചനകളുടെയും ഇതിവൃത്തം ഇൽമുൻ നഹ്വായിരുന്നു. മാത്രമല്ല നഹ്വിയായ നിയമങ്ങളിൽ മഹാനവറുകൾക്കുള്ള സ്വന്തമായ നയങ്ങളും മുൻഗാമികളായ ഇമാമുകളുടെ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് സ്വന്തമായ തർജീഹാത്തുകളും ഒക്കെ ഇൽമുൻ നഹ്വിലെ മഹാനവറുകളുടെ ആദൈവണ്യത്തെ അറിയിക്കുന്നു. ആ കാലഘട്ടത്തിലെ ഉന്നത കലാലയമായ മദ്രസത്തുൽ ആദിലിയ, അതുപോലെ സുൽത്താനിയ, ഉമവിയ മസ്ജിദ്, അവിടങ്ങളിലെല്ലാം മഹാനവറുകൾ ഷെയ്ഖായിരുന്നു. ബഗ്ദാദ് തകരുകയും പ്രശ്നസങ്കീർണമാവുകയും ചെയ്തപ്പോൾ ഇബ്നു മാലിക് തങ്ങളും അബൂ ഹയ്യാൻ തങ്ങളും അടക്കമുള്ള ഒരു പറ്റം നഹ്വീങ്ങൾ ഈജിപ്ത് ആസ്ഥാനമായി വൈജ്ഞാനിക മുന്നേറ്റം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം മുറാദി, ഇബ്നു ഹിഷാം, അതുപോലെ തന്നെ ഇബ്നു അഖീൽ, ഇബ്നു നാദിർ ജയ്ഷ്, അതുപോലെ ഇമാം സുയൂത്തി, ഇമാം ഉഷ്മൂനി തുടങ്ങിയ പണ്ഡിതന്മാരെ പിറവിയെടുക്കുന്നത്.
ഇവരെല്ലാവരും ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹിമഹുള്ളയുടെ മദ്ഹബിന്റെ പ്രചാരകരാവുകയായിരുന്നു. പല നാടുകളിലേക്കും ഇബ്നു മാലിക് തങ്ങളുടെ മദ്ഹബ് പ്രചരിക്കുന്നതിൽ ഒരുപാട് വിമർശനങ്ങളും നിരൂപണങ്ങളും ഇടപെടലുകളും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 30 വർഷം മഹാനായ ഇബ്നു മാലിക് തങ്ങളുടെ സമകാലികനായിരുന്നിട്ടും മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിക്കാതെ അതെല്ലാം പുസ്തകത്താളുകളിലെ വിജ്ഞാനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് മഹാനവറുകൾ ഒരുപാട് വിമർശിച്ചയാളാണ് മഹാനായ അബൂ ഹയ്യാൻ. ആദ്യകാലങ്ങളിൽ ഇബ്നു മാലിക് തങ്ങളെ കുറെ എതിർത്തുവെങ്കിലും അവസാന സമയങ്ങളിൽ ഇബ്നു മാലിക് തങ്ങളെ വായിക്കുകയും അൽഫിയക്ക് ശറഹ് എഴുതുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ. യഥാർത്ഥത്തിൽ ജനങ്ങൾക്കും ഇബ്നു മാലിക് തങ്ങൾക്കും ഇടയിൽ ഒരു ഭാരം പണിതത് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ തങ്ങളായിരുന്നു. ഞാനും എന്റെ ശിഷ്യന്മാരും ഇബ്നു മാലിക് തങ്ങളുടെയോ ഇമാം സിബവൈഹിയുടെയോ കിതാബുകളല്ലാത്ത കിതാബുകളൊന്നും വായിക്കാനോ ചൊല്ലിക്കൊടുക്കാനോ പാടില്ല എന്ന് വരെ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ തങ്ങൾ അവസാന സമയമായപ്പോൾ പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ മഹാനവറുകളുടെ മദ്ഹബിന് വലിയ പ്രചാരം ലഭിക്കാൻ പല വിമർശനങ്ങളും അംഗീകാരവും ഒക്കെ ഒരു കാരണമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ എല്ലാം മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.